യഹസ്കേൽ പ്രവചനം 33 അധ്യായം 19 എന്നാൽ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. മനുഷ്യരുടെ നന്മ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചിലർ ചിന്തിക്കുന്നത് മനുഷ്യർ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നേടുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ദൈവം എന്നാണ്. ആയതിനാൽ ചിലർ തമാശ പറയുന്നതും ചിരിക്കുന്നത് പോലും അനാത്മീയം എന്ന് കരുതുന്നു. എന്നാൽ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നർമ്മം ആസ്വദിക്കുക എന്നത്. ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് അത് ആവശ്യമാണ്. അതേസമയം അവയെല്ലാം മാന്യവും സഭ്യവും ആയിരിക്കേണ്ടതുമാണ്. മനുഷ്യരുടെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും തടസ്സം നിൽക്കുന്ന ഘടകങ്ങളിലൊന്ന് അവരുടെ പാപമാണ്. അത് യഥാർത്ഥ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു, താൽക്കാലിക സുഖം പ്രദാനം ചെയ്യുകയും ശാശ്വത സന്തോഷത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിരന്തരം മനുഷ്യനോട് മാനസാന്തരപ്പെടാൻ ദൈവം സംസാരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് അവർ അതുനിമിത്തം മരിക്കും, നിത്യനരകാഗ്നിക്ക് അവകാശികളാകുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. പല വിധത്തിലാകും ഈ സന്ദേശം അവരിലേക്ക് എത്തിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആസന്നമായിരിക്കുന്ന, പിന്നൊരിക്കലും രക്ഷപ്പെടാനോ ദൈവവുമായി ബന്ധപ്പെടാനോ കഴിയാതിരിക്കുന്ന ശാശ്വത മരണത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഒരുവൻ തൻ്റെ പാപവഴികൾ ഉപേക്ഷിക്കുകയും ദൈവത്തോട് പാപക്ഷമ ചോദിക്കുകയും ഇനിയും ആ പാപജീവിതം തുടരാതെ ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ദൈവം അവനോട് ക്ഷമിക്കുകയും മരണം മാറ്റി ജീവൻ നൽകുകയും ചെയ്യും എന്ന് യഹസ്കേൽ പ്രവാചകൻ വ്യക്തമാക്കിയിരിക്കുന്നു. പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവന് പിന്നെ പാപ വഴികളിലേക്ക് തിരിയാൻ കഴിയുകയില്ല. മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള അബദ്ധങ്ങൾ സംഭവിക്കാമെങ്കിലും പാപമെന്ന് തിരിച്ചറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞിരിക്കും. ദൈവത്തിന് പ്രസാദം വരുന്ന ജീവിത മാർഗം തിരഞ്ഞെടുക്കും. ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്ന് മനസ്സിലാക്കി നമ്മുടെ നന്മയും ഉയർച്ചയും അവിടുത്തെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ശരിയായ വഴി, ജീവന്റെ വഴി ഗ്രഹിച്ച് അതിൽ നടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.